മാഡം ആ ഒരു മിനിറ്റ്. മാഡം ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ? അതെ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെ ഒന്ന് വിളിക്കാമോ? ആകാശ് സാർ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ലേ? രാവിലെ നേരത്തെ പോകുന്നതാണല്ലോ. ഇല്ല, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ശരി. ശരി. ചേട്ടൻ എന്താ ഫോൺ കട്ട് ചെയ്യുന്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അക്കുച്ചേട്ടൻ എന്താ ഫോൺ കട്ട് ചെയ്യുന്ന? ഞാൻ അക്കുച്ചേട്ടന്റെ ഓഫീസിന് മുന്നിലുണ്ട്. അക്കുച്ചേട്ടൻ എന്താ ഫോൺ കട്ട് ചെയ്യുന്ന? ഞാൻ അക്കുച്ചേട്ടന്റെ ഓഫീസിന് മുന്നിലുണ്ട്. നീ എന്തിനാ ഓഫീസ് വന്നിരിക്കുന്നേ? നിനക്കെന്താ അവിടെ കാര്യം? നീ എന്തിനാ ഓഫീസ് വന്നിരിക്കുന്നേ? നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ അക്കുച്ചേട്ടന് ഭക്ഷണം കൊണ്ട് വന്നതാ. അപ്പൊ അക്കുച്ചേട്ടൻ ഓഫീസിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കൊണ്ട് വന്നതാ. അപ്പൊ അക്കുച്ചേട്ടൻ ഓഫീസിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഞാൻ പറഞ്ഞോ എനിക്ക് ഭക്ഷണം വേണമെന്ന്? എനിക്ക് ഓഫീസിൽ മാത്രമല്ല ജോലി, ഫീൽഡ് വർക്കും ഉണ്ട്. ഞാൻ ഇവിടെ ചമ്പക്കുളം വരെ വന്നതാ. നീ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്ക്. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഞാൻ പറഞ്ഞോ എനിക്ക് ഭക്ഷണം വേണമെന്ന്? എനിക്ക് ഓഫീസിൽ മാത്രമല്ല ജോലി, ഫീൽഡ് വർക്കും ഉണ്ട്. ഞാൻ ഇവിടെ ചമ്പക്കുളം വരെ വന്നതാ. നീ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ചമ്പക്കുളത്ത് പോയി അക്കുച്ചേട്ടന് ഭക്ഷണം കൊടുത്തിട്ട് വന്നാലോ? ചാരു, അമൃതേച്ചി, നീ എന്താ ഇവിടെ? ഞാൻ അക്കുച്ചേട്ടന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാ. അക്കുച്ചേട്ടന് ഓഫീസിലില്ല, ഫീൽഡ് വർക്കായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുക. അമൃതേച്ചി എവിടെ പോവാ? ഞാൻ ചമ്പക്കുളത്ത് പോവാ, ചേച്ചിയുടെ വീട്ടിലേക്ക്. അമൃതേച്ചി ചമ്പക്കുളത്തേക്കാണോ? അക്കുച്ചേട്ടനെ ചമ്പക്കുളത്തുണ്ടെന്നാ പറഞ്ഞത്. അക്കുച്ചേട്ടനുള്ള ഭക്ഷണം ഒന്ന് കൊടുക്കാമോ അമൃതേച്ചി? അവിടെ ചെന്നിട്ട് അക്കുച്ചേട്ടനെ വിളിച്ചാ മതി. രാവിലെ ഒന്നും കഴിക്കാതെയാ പോയത്. ഞാൻ ഭക്ഷണമായിട്ട് അവിടെ ചെന്നാ അക്കുച്ചേട്ടൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. അമൃതേച്ചി അക്കുച്ചേട്ടനെ കണ്ട് ഭക്ഷണം കൊടുത്താ ഒന്നും പറയില്ല. ഞാൻ തന്നുവിട്ടതാണെന്ന് പറഞ്ഞാ മതി. ചാരു, നീ ആ ക്യാരിങ്ങിതാ, ഞാൻ കൊടുത്തോളാം ആകാശിന്. എന്നാ ഞാൻ പോട്ടെ ചാരു. ശരി. ചേട്ടൻ കഴിച്ചാ മതിയായിരുന്നു. പാവം ഇപ്പൊ തന്നെ വിശന്ന് തളർന്നിട്ടുണ്ടാവും. ശ്രേയ, സോറി. നിനക്കെന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം എനിക്കറിയാം. എനിക്ക് നിന്നെ കാണണം.
എനിക്ക് നിന്നോട് സംസാരിക്കണം. ഈ ലെറ്റർ കണ്ടോട് നീ എന്നെ വിളിക്കണം പ്ലീസ്. ആരാ? എന്തേ? സർ, നിങ്ങൾ? ഞാൻ ഈ വീടിന് ഓർഡറാ. സർ, ഇവിടെ താമസിച്ചിരുന്ന ശ്രേയയും മമ്മി രാജിയും അവർ പോവല്ലോ. പോയിന്നോ? എങ്ങോട്ടാ? അതൊന്നും അറിയില്ല. ഇന്ന് രാവിലെ ഒരു വീടൊഴിഞ്ഞേ. പെട്ടെന്ന് എന്നോട് പറഞ്ഞു വീടൊഴിയാന്ന്. കാരണം എന്താണെന്നോ എങ്ങോട്ടാ പോണേന്നോ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഹലോ സർ. ആകാശ് എവിടെയാ? പുതിയ ചീഫ് എഞ്ചിനീയർ വരുന്നുണ്ട്. വർക്കൊക്കെ കുറെ പെൻഡിങ്ങാ. ആകാശിന്റെ ടേബിളിലാ ഫയൽസ് ഒക്കെ കൂടുതലായി കിടക്കുന്നത്. എന്താ ഇന്ന് ഓഫീസിൽ വരാത്ത? സോറി സർ, രാവിലെ എണീറ്റപ്പോൾ നല്ല പനിയും ബോഡി പെയിനും. ഓഫീസിൽ വരാൻ നോക്കിയതാ, എനിക്ക് പറ്റുന്നില്ല. ആ, ആകാശിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോക്ടറെ കണ്ടിരുന്നോ? ആ, കണ്ടു സർ. മെഡിസിൻ ഉണ്ട് സർ. എന്നാൽ ഞാൻ റെസ്റ്റ് ചെയ്തോട്ടെ? ശരി ആകാശ്, ഓക്കെ, ടേക്ക് കെയർ. താങ്ക് യു സർ.